ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ 4 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനും മമ്മിയും ചുറ്റുളങ്ങര അമ്പലത്തിലേക്ക് പോവാണ്. ഇന്ന് മീനഭരണിയാണല്ലോ. അത് ലൈറ്റെല്ലാം ഓഫാക്കിയല്ലോ. വാ, പെട്ടെന്ന് വാ. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുംഭഭരണിക്കും വെളുപ്പിനെയാണ് എത്തിയത്. ഇപ്പം മീനഭരണിക്കും വെളുപ്പിനെയാണ് എത്തിയത്. ചുറ്റുളങ്ങരയിൽ മീനത്തിൽ അശ്വതിക്കാണ് ഉത്സവം, കെട്ടുകാഴ്ചയൊക്കെ വരുന്നത്. ഭരണിയുടെ അന്ന് വെളുപ്പിന് ഗംഭീര എഴുന്നള്ളത്താണ്. എല്ലാവരോടും യാത്ര ചോദിച്ചു ചുറ്റുളങ്ങര അമ്മ കൊടുങ്ങല്ലൂരിലേക്ക് പോവാണ്. ചുറ്റുളങ്ങര അമ്മയുടെ അമ്മയാണ് കൊടുങ്ങല്ലൂർ ഭഗവതി. അപ്പോൾ അവിടെ മീനഭരണിക്ക് അമ്മ മാത്രമല്ല എല്ലാ ദേവിമാരും അവിടെ എത്തുമെന്നാണ് സങ്കല്പം. ഞങ്ങളെത്തിയപ്പോൾ എഴുന്നള്ളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് കാണണം. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. എഴുന്നള്ളത്തിൻ്റെ ടൈമിൽ തിരക്ക് കൂടും. ഈ തിരക്കിനിടയ്ക്ക് വളരെ ദൂരെ നിന്നാണ് ഞങ്ങൾ അമ്മയൊന്ന് കണ്ടത്. നമുക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു എഴുന്നള്ളത്താണിത്. അപ്പോൾ ഒരു ദിവസമേ അവിടെ നിൽക്കത്തുള്ളൂ മീനഭരണിക്ക്. പോയിട്ട് വരാൻ മക്കളെ നമ്മളോട് പറയുന്ന പോലെയും നമുക്ക് എന്തൊക്കെയോ സങ്കടം നമുക്ക് തോന്നും. ഈ എഴുന്നള്ളത്തെന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന എഴുന്നള്ളത്താണ്. അപ്പോൾ ഓരോരുത്തരോടും യാത്ര ചോദിക്കും. തന്ത്രിയോടൊക്കെ യാത്ര ചോദിച്ചിട്ടാണ് അമ്മ കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ചുറ്റുളങ്ങര അമ്മയ്ക്ക് മക്കളെ തനിച്ചാക്കി പോകാനും വയ്യ, എന്നാൽ കൊടുങ്ങല്ലൂർ എത്തുകയും ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഈ എഴുന്നള്ളത്ത്. അടുത്ത് കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. ആ ഒരു സമയത്താണ് ഇവിടെ 2 പോളവിളക്കുണ്ട് തെക്കും വടക്കുമായിട്ട്. അപ്പോൾ തെക്കേപ്പുറത്തെ പോളവിളക്കിൻ്റെ അവിടെ ഒന്നുകൂടെ വന്നിരുന്നു. അപ്പോൾ ആ ഒരു സമയമാണ് ഞാൻ അടുത്ത് ചുറ്റുളങ്ങരമ്മയെ കണ്ടത്. അപ്പോൾ കണ്ട് പിന്നെ അമ്മ അങ്ങ് പോയി. പിന്നെ ഇനിയിപ്പോൾ കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്രയും ദൂരെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം ഞങ്ങൾ എന്നാൽ കെട്ടുകാഴ്ചയും കൂടെ കാണാമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ക്രൗഡാണ്. ഇപ്പോഴും എഴുന്നള്ളത്ത് തീർന്നിട്ടില്ല. അമ്മ പോകുന്ന ടൈമിൽ ഭയങ്കര വെടിക്കെട്ടാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അമ്മ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അമ്മയും പോയി. ഇനിയിപ്പോൾ നമുക്ക് കാഴ്ചക്കണ്ടത്തിലേക്ക് പോകാം ഗൈസ്. ആ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഭയങ്കര വെടിക്കെട്ടും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് നേരിട്ടും കാണാൻ പറ്റും. പിന്നെ ക്രൗഡ് ആയതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. ഇനി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ഗൈസ്. ഇതുണ്ടോ വീഡിയോ കണ്ടോ? എന്ത് രസമുണ്ട്. അങ്ങനെ നമ്മൾ കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചില ഭാഗത്തൊക്കെ ഭയങ്കര ചെളിയാണ് ഈ മഴ കാരണം. എങ്കിലും നമ്മൾ കാഴ്ചയൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കുട്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കിയപ്പം ചെറുതും വലുതുമായ കുതിരയും തേരും ഒക്കെ ഒരുപാട്. അപ്പം ഞാനൊക്കെ കുഞ്ഞിലേ ആയിരുന്നപ്പോൾ എനിക്ക് മീനഭരണിയാണ് ഏറ്റവും ഇഷ്ടം. കാരണം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണാമല്ലോ.
ചെട്ടുളങ്ങര ജീവിത വണ്ടി അപ്പോൾ കാഴ്ചക്കണ്ടത്തിലെ കാഴ്ചകളൊക്കെ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ കാഴ്ചക്കണ്ടത്തിൽ നിന്ന് കയറി വരുമ്പോഴും കാണുന്നതല്ല ഈ തേരും കുതിരയും തന്നെയാണ്. ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരുണ്ട്. നമ്മളുടെ ഈരയിലെ തെക്ക് വടക്ക് കുതിരകളിലൊക്കെ അത്രയും വലുപ്പമുള്ള കുതിരകളെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാനുള്ളൊരു തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ തോന്നുമല്ലോ ഇവിടെ വന്ന സ്ഥിതിക്ക്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ഇനി വീട്ടിലോട്ട് പോവാണ്. ഞങ്ങളുടെ അമ്മയ്ക്ക് എവിടെ പോയാലും ചെടികൾ വേണം. അപ്പോൾ ഇങ്ങനെ ചെടികൾ നോക്കി നടക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് പാനിപൂരി ബജി അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു, ഫുഡ് ഐറ്റംസൊക്കെ. അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.